Hi all, welcome back to TechnoLearners YouTube channel. In this video, we will learn how to enter a data in Excel. ലാസ്റ്റ് ടു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ വെബ് വേർഷൻ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ സെൽ എന്താണ്, റേഞ്ച് എന്താണ്, സെൽ അഡ്രസ്സ് എന്താണ്, അതുപോലെ തന്നെ ഒരു ഷീറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, അതിൻ്റെ കോളംസ് ആൻഡ് റോസ് ആൻഡ് കോളംസ് എന്താണ് എന്നൊക്കെയുള്ള ബ്രീഫ് ആയിട്ടുള്ള ടു വീഡിയോസ് ആയിരുന്നു അത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ടു വാച്ച് ദാറ്റ് വീഡിയോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ ടോപ്പിക് ഡാറ്റ എൻട്രി എങ്ങനെ ചെയ്യാം എക്സലിൽ. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. സോ ഹിയർ വി ഹാവ് ഫസ്റ്റ് നെയിം ബോക്സ്. നെയിം ബോക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതിന് ഡിഫറെൻറ്റ് പേർപ്പസ് ഉണ്ട്. സോ ആ പേർപ്പസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെൽ അഡ്രസ് ഡിസ്പ്ലേ. ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി നെയിം ബോക്സ് ഈസ് ടു ഡിസ്പ്ലേ ദി കറൻറ്റ് അഡ്രസ് ഓഫ് ദി സെലക്റ്റഡ് സെൽ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് സെൽ അഡ്രസ്സ് എന്നുള്ളത്. ആ ഒരു പെർട്ടിക്കുലർ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ല് ഏത് അഡ്രസ്സിലാണെന്ന് ഡിസ്പ്ലേ ചെയ്യും ഈ നെയിം ബോക്സ്. അതുപോലെ സെൽ നാവിഗേഷൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ആ ഒരു നെയിം ബോക്സിൽ പോയിട്ട് സെൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി നിൽക്കുന്ന സെല്ലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് നാവിഗേറ്റ് ചെയ്ത് പോയിക്കോളും. സോ ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് നെയിം ബോക്സ് എന്ന് പറയുന്നത്. അവിടെ മെൻഷൻ ചെയ്തിട്ട് ഉള്ള ഫസ്റ്റ് കോളത്തിലുള്ള അതിൻ്റെ ജസ്റ്റ് തൊട്ട് മേലെയുള്ള ഒരു കോളത്തിനാണ് നെയിം ബോക്സ് എന്ന് പറയുന്നത്. നമുക്കിത് എക്സൽ ഷീറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇതാണ് നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെയിം ബോക്സിൽ ഫസ്റ്റ് കോളത്തിൻ്റെ അഡ്രസ്സ് വരുന്ന കാണാം. സോ നെക്സ്റ്റ് കോളം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അഡ്രസ്സ് മാറുന്നതാണല്ലോ. സോ അവിടെ ഇപ്പം നമ്മളിപ്പോൾ വേറൊരു അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ E6 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് E6 നാവിഗേറ്റ് ചെയ്ത് പോയിക്കോളും. സോ ഇതാണ് നെയിം ബോക്സും അതിൽ കൂടെ നമുക്ക് സെൽ നാവിഗേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് വൺസ് അഗൈൻ formula bar. Formula bar is a crucial element for entering and editing formulas in Excel. ഫോർമുല ബാർ എന്ന് പറയുന്നത് എൻട്രി ചെയ്യാനും എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ബാറാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. വേർ യു ക്യാൻ എൻറ്റർ എനിത്തിങ്. ഓക്കെ, ഡാറ്റ എൻറ്റർ ചെയ്യുന്ന പോലെ അതിനകത്ത് സെല്ലിൻ്റെ കോണ്ടൻറ്റ് ഡിസ്പ്ലേ ആവും. നമ്മളൊരു പെർട്ടിക്കുലർ സെല്ലിനകത്ത് ഒരു ടെക്സ്റ്റോ ഒരു ന്യൂമറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ അതിൽ എൻറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ പെർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോർമുല ബാറിലേക്ക് ഡിസ്പ്ലേ ആവും. അതുപോലെ നമുക്ക് ഫോർമുല എൻറ്ററും ചെയ്യാം. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ സെല്ലിൽ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അതായത് നമ്മളൊരു ഡിവിഷൻ്റെ ഫോർമുലയോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെല്ല് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഫോർമുല ബാറിൽ പോയിട്ട് അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അത് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോർമുല ആ ഒരു സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നത് കാണാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് ഇൻ ദ എക്സൽ ഷീറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് മാനുവലി പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോപ്പിൽ അവിടെ ഈ ഫോർമുല ബാറിലും സെയിം കണ്ടൻറ്റ് ഡിസ്പ്ലേ ആയിട്ട് വരും. ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫോർമുല ബാറും ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കും. നമുക്കിപ്പോൾ ഇവിടെ ഈ സെല്ലിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഫോർമുല ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതർവൈസ് സെല്ലിൽ തന്നെ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഫോർമുല ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുകയാണെങ്കിൽ സെയിം കണ്ടൻറ്റ് സെല്ലിലേക്ക് കാണാൻ കഴിയും. ഫോർമുല ബാറിലെ നെക്സ്റ്റ് ഫീച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോ കംപ്ലീറ്റ്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഫോർമുലാസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോർമുല ബാറിൽ അത് നമുക്ക് ഓട്ടോ ആയിട്ട് സജസ്റ്റ് ചെയ്യും. ഇന്ന ഫോർമുല ആണോ അത് എന്നുള്ളത് ഓട്ടോ ആയിട്ട് നമുക്ക് സജഷനിൽ കാണാൻ കഴിയും. സോ അത് നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ ചെക്ക് മാർക്ക് ആൻഡ് ക്രോസ് മാർക്ക്. അതായത് നമ്മൾ ഒരു ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് അത് കറക്റ്റ് ആണെങ്കിൽ ചെക്ക് മാർക്കും അല്ലെങ്കിൽ അത് ക്രോസ് മാർക്കും ആയിട്ട് കാണിക്കും.
ആൻഡ് എക്സ്പാൻഡ് ഫോർമുല ബാർ, അതായത് നമ്മൾ ഈ ഇപ്പോൾ കണ്ട ഫോർമുല ബാർ ഒരു ചെറിയൊരു ഫോർമുല, ഒരു ഒരു വിടുത്തുള്ള ഫോർമുല ബാറാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റ് വലുതാക്കി, അതായത് കുറേ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോർമുല ബാറിനെ വിടുത്ത് ഒന്ന് കൂട്ടാൻ പറ്റും, അതായത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. യാ ഇപ്പോൾ ഇവിടെ യാ 1 സെക്കൻഡ്. യാ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ക്രോസ് മാർക്ക് ആൻഡ് ചെക്ക് മാർക്ക്. ഇതാണ് ഫോർമുല. ഈ ഒരുപാട് ഫോർമുലാസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ കിട്ടും. സോ അതായത് നമ്മൾ എക്സലിൽ ഒരുപാട് ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ ഫോർമുല ബാറിൽ നമുക്ക് അത്യാവശ്യം എഴുത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അഥവാ നമുക്കൊരു ഇതിലും വിധത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. 1 സെക്കൻഡ്, I'll show you. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ മതി. അതർവൈസ് നമ്മൾ ലാസ്റ്റ് എൻഡിൽ പോയിട്ട് 1 സെക്കൻഡ്, ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, ആ ആരോ മാർക്കും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വിഡ്ത്ത് കൂടിയിട്ട് കിട്ടും. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഫോർമുല ബാർ. ഇതുവരെ നമ്മൾ ഫോർമുല ബാർ, ഡാറ്റ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫീച്ചേഴ്സാണ് നോക്കിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇനി നമുക്ക് ഡാറ്റ എൻറ്റർ ചെയ്യുന്നത്, അതായത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഒരു സെല്ല് സെലക്ട് ചെയ്ത ശേഷം, അതായത് നമുക്ക് എവിടെയാണോ ഡാറ്റ എൻറ്റർ ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം സോ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു സെല്ല് ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡാറ്റ എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ലെറ്റ്സ് ലുക്ക്. ഓക്കെ, ഇവിടെ എംപ്ലോയ് 1 സെക്കൻഡ്. എംപ്ലോയി ID, and then next employee one, employee name and then salary. ഇവിടെ എംപ്ലോയ് 1 സെക്കൻഡ്. എംപ്ലോയ് ID-യുടെ ഞാൻ ഫുള്ളായിട്ട് എംപ്ലോയ് ID തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ എംപ്ലോയി I മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻഡിൽ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ കറക്റ്റ് സൈസായിട്ട് കിട്ടും. അതർവൈസ് നമുക്ക് ഈ ബോർഡർ ലൈനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താലും മതി. എത്ര വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വിഡ്ത്തിനനുസരിച്ച് കൂട്ടി കൊടുത്താലും മതി. അതായത് അതുപോലെ റോൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ. സോ അങ്ങനെ. സോ ഇവിടെ നമുക്ക് ബാലൻസ് ഡാറ്റ എൻറ്റർ ചെയ്യാം. സോ ഈ കാണിക്കുന്നതെല്ലാം ഞാൻ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ് അല്ലേ. സോ ഇവിടെ ഹെഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹെഡേഴ്സ്. സോ ഇതിപ്പോൾ ഒരു ടാബിൾ പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. സോ ഇതിൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കണം, അതായത് ഫോണ്ട് സൈസ്, ഫോണ്ട് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. നമുക്കിവിടെ ഹോമിൽ പോയിട്ട് നമുക്കിവിടെ കുറേ ഗ്രൂപ്പ്സ് കാണാം. അതായത് ഹോമിൽ നമുക്ക് കുറേ ഗ്രൂപ്പ്സ് കാണാം. ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ താഴെ കാണാം ക്ലിക്ക് ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈൽ, അങ്ങനെ.
ഇതൊക്കെ ഒരു ഗ്രൂപ്പ്സ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ഓരോ ഗ്രൂപ്പിലും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് കാണാനും കഴിയും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ എനിക്ക് ബൈ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഫോണ്ട് എന്ന് പറയുന്നത് കാൽബറി ഫോണ്ടാണ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എൻ്റയർ കോളത്തിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ടിൽ പോയിട്ട് അത് ഫോണ്ടിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതർവൈസ് നിങ്ങൾ ഈ ഹെഡർ മാത്രമാണ് വേണ്ടതെങ്കിൽ ഹെഡറിൻ്റെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതാണോ ഫോണ്ട് സെലക്ട് ചെയ്യുന്നത് അത് പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഫോണ്ട് സൈസ്. ഹിയർ വി ഹാവ് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് 11 ആണ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്ത് ഏതാണോ ഫോണ്ട് സൈസ് വേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി പോയിട്ട് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ലാതെ നമുക്ക് ഇവിടെ കാണുന്ന ഈ രണ്ട് ഗ്രോ ഫോണ്ടും സ്ട്രിങ് ഫോണ്ടും അതും സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ കണ്ടൻറ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതർവൈസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അൺക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇനി ഒരു സ്റ്റൈലിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറ്റാലിക് ചൂസ് ചെയ്യുക, ഇറ്റാലിക് സെലക്ട് ചെയ്യുക. അതർവൈസ് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ദെൻ നമുക്ക് ഇവിടെ ഫോണ്ട് കളേഴ്സ് അവൈലബിൾ ആണ്. ഫോണ്ട് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഹെഡറിൻ്റെ ഫോണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഫോണ്ട് കളർ ബൈ ഡിഫോൾട്ട് റെഡ് ആയിരിക്കുന്നത്. സോ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് കളേഴ്സ് ആണെങ്കിലും സെലക്ട് ചെയ്ത് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ കീപ് ഇറ്റ് ആസ് ദ ബ്ലാക്ക് ഇറ്റ് സെൽഫ്. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ ഹെഡർ ആയതുകൊണ്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് അതൊരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് കൊടുക്കാം. സോ ഇവിടെ ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു ക്രീം വിച്ച് ഇസ് ദാറ്റ് പീച്ച് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമ്മൾ ഈ കോളംസ് ഇതൊരു ടാബിളായിട്ടാണ് കിടക്കുന്നത് അല്ലേ. സോ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബോർഡേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഒരു ടാബിൾ പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ബോർഡർ പോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സെലക്ട് ദ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ബോർഡർ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ബോർഡർ സെലക്ട് ചെയ്തപ്പോൾ നമുക്കൊരു ടാബിൾ പോലെ കാണാൻ പറ്റുന്നില്ല. സോ ഇതാണ് ഫോണ്ട് എന്ന ഗ്രൂപ്പിനകത്തുള്ളത്. നെക്സ്റ്റ് വി ഹാവ് അലൈൻമെൻറ്റ്. ഇവിടെ നമുക്ക് കണ്ടൻറ്റിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാൻ കഴിയും. എംപ്ലോയി നെയിമിൻ്റെ കണ്ടൻറ്റ് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. സോ അത് നമുക്ക് മിഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മിഡിൽ ആൻഡ് ലെഫ്റ്റ്. അത് റൈറ്റിലോട്ടേക്കും അതുപോലെ ടോപ്പിൽ ബോട്ടം ആൻഡ് മിഡിൽ അലൈൻമെൻറ്റ് ആൻഡ് ബോട്ടം അലൈൻമെൻറ്റ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും. ഇത്രയും ലെഫ്റ്റിലോട്ടേക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡൻറ്റേഷൻ അലൈൻമെൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് കുറച്ചൊരു സ്പേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. സോ നമുക്ക് ഈ കണ്ടൻറ്റ് മിഡിലേക്ക് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി നമ്പേഴ്സ് നമുക്കിപ്പോൾ നമ്മളെ ഈ കണ്ടൻറ്റിൽ നമ്പേഴ്സ് ഉണ്ടല്ലേ അല്ലേ. സോ ഈ നമ്പേഴ്സിന് ഡിഫറെൻറ്റ് ഇതിലും ഡിഫറെൻറ്റ് ഫോമാറ്റ് ഉണ്ട്. നമുക്ക് ഡെസിമൽ ഫോമാറ്റ് കാണാം, അതുപോലെ കറൻസി ഉണ്ട്, അതുപോലെ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഏതാണോ വേണ്ടുന്നത് ആ ഒരു ഫോമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. സോ ഓക്കെ. ഇവിടെ നമുക്ക് കറൻസി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തതിന് ശേഷം കറൻസി ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ലുക്ക് അറ്റ് ഹിയർ, കറൻസി ഡോളറിലേക്ക് മാറി. അതുപോലെ നമുക്ക് ഈ ഡെസിമൽ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാണോ എങ്ങനെയാണോ വേണ്ടത് അത് ആ ഒരു രീതിക്ക് മാറ്റാം. സോ ഇതൊക്കെയാണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ
ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എക്സൽ എങ്ങനെയാണ് ഇൻസേർഷൻ ഡിലീഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻസേർട്ടിങ് റോസ്. ആദ്യത്തെ മെത്തേഡ് റിബൺ കമാൻഡ്. അതായത് ഹോം, ഈ ഫയല്, ഇതൊക്കെ നമ്മൾ റിബൺസ് എന്നാണല്ലോ വിളിക്കുക. അതിലൊരു റിബണിൽ ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ നോക്കാം. റിബണിൽ ഹോം ടാബിനകത്ത്, അതായത് ഹോം റിബണിനകത്ത് സെൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് സെൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇൻസേർട്ട് സെൽസ്, ഇൻസേർട്ട് ഷീറ്റ് റോസ്, ഇൻസേർട്ട് ഷീറ്റ് കോളംസ്, അതുപോലെ ഇൻസേർട്ട് ഷീറ്റ്സ്. അതായത് ഷീറ്റ്സ് ഒക്കെ നമ്മൾ പ്ലസ് സിമ്പിൾ വെച്ചിട്ട് ഷീറ്റ്സ് കുറേ ക്രിയേറ്റ് ചെയ്തില്ല, അത് ഈ ഓപ്ഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയൊരു റോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ഷീറ്റ് റോസ് സെലക്ട് ചെയ്യും. സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് എവിടെയാണോ, അതായത് ഏതൊരു റോവിൻ്റെ എവിടെയാണോ അല്ലെങ്കിൽ ഏതൊരു റോയിലാണോ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു റോ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇതുപോലെ ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ. ഓക്കെ, സോ നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് ഇൻ ടു ദി എക്സൽ ഷീറ്റ്. ഇവിടെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് റോ ആണോ നമുക്ക് വേണ്ടത് ആ റോ സെലക്ട് ചെയ്തതിന് ശേഷം ഹിയർ വൺ സെക്കൻഡ്, ഹിയർ ഇവിടെ നമുക്ക് അനുവിൻ്റെ ഇടയിൽ നമുക്കൊരു റോ ഇൻസേർട്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏതാ ഹോം ടാബിൽ പോയിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷന് ചൂസ് ചെയ്യാം. അതായത് ഹോം റിബണിനകത്ത് സെൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഷീറ്റ് റോസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഹിയർ വി ഹാവ് വൺ റോ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. അനദർ ഓപ്ഷൻ ഈസ്, നമുക്കിപ്പോൾ വേറൊരു റോസ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റോ സെലക്ട് ചെയ്തതിന് ശേഷം റോ സെലക്ട് ചെയ്യുക ആൻഡ് റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ആൻഡ് ഹിയർ വി ഹാവ് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനും ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസേർട്ട് ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻസേർട്ട് റോസ്. ഓക്കെ, കോളംസ്. നെക്സ്റ്റ് കോളംസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഇതിന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിബൺ കമാൻഡ്. അതിന് ഹോം ടാബിൽ പോകാം, സെൽസ് ഗ്രൂപ്പിൽ ഇൻസേർട്ട് ബട്ടൺ എടുക്കാം, അതിനകത്ത് ഇൻസേർട്ട് ഷീറ്റ് കോളംസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ലാസ്റ്റ് ടൈം ഇൻസേർട്ട് ഷീറ്റ് റോസ് ആയിരുന്നു നമ്മൾ ചെയ്തത്, ഇതിൽ ഇൻസേർട്ട് ഷീറ്റ് കോളംസ്. ഓക്കെ, സെയിം വേ നമ്മൾ റോസ് ഇൻസേർട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇതിൽ കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ഷീറ്റ് കോളംസ് സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് മെത്തേഡ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ഓൺ ദ കോളം ലെറ്റർ. അതായത് നിങ്ങൾക്കൊരു കോളത്തിൻ്റെ അവിടെ എവിടെയാണോ ഒരു ന്യൂ റോ കോളംസ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ആൻഡ് ഇൻസേർട്ട്. ഓക്കെ, സോ സി ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ സാലറി സെലക്ട് ചെയ്യുക, സാലറീൻ്റെ ഇടയിൽ നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്യണം. സോ അവിടെ സാലറി സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ പോവാം, ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ ഇൻസേർട്ട് ഷീറ്റ് കോളം, അതർവൈസ് ഇൻസേർട്ട് സെല്ലെന്ന് സെലക്ട് ചെയ്താലും അവിടെ ഇൻസേർട്ട് ആയിക്കോളും. ഇവിടെ നമുക്ക് ഇവിടെ ഈ സെല്ലിന് ഒരു പേര് കൊടുക്കാം, ഹെഡിങ് ഡെസിഗ്നേഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അതിന് ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ. സോ എവിടെയാണോ നമുക്ക് കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക് ആൻഡ് ഇൻസേർട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ റോസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിബൺ കമാൻഡ്. ഹോമിൽ പോവാം, സെൽ ഗ്രൂപ്പിൽ ഡിലീറ്റിൽ പോവാം, ഡിലീറ്റിൽ ദെൻ ചൂസ് ഡിലീറ്റ് സെൽ റോസ്. ഓക്കെ, ഇതാണ് വൺ മെത്തേഡ് ഓഫ് ഡിലീറ്റിംഗ് ഷീറ്റ് റോസ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് മെത്തേഡ് ആൻഡ് റോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ആൻഡ് ഡിലീറ്റ്. ഓക്കെ,
Next, deleting columns. First method, ribbon command, home tab പോവാ, cell ഗ്രൂപ്പിൽ പോവാ, delete sheet columns. Okay. Second option, deleting column. Right click option, column select ചെയ്യുക, right click and delete. Excel sheet ചെയ്ത് നോക്കാം. See here, row select ചെയ്യുക, then right click option and delete. This is easy method. And the other method, row select ചെയ്യുക, home tab പോവുക, and ഡിലീറ്റിൽ പോയിട്ട് ഡിലീറ്റ് ഷീറ്റ് കോളംസ് അല്ലെങ്കിൽ ഡിലീറ്റ് സെൽ സെലക്ട് ചെയ്യുക. അതുപോലെ എന്താ പറയുക, ഹോം ടാബിൽ പോവുക, ഡിലീറ്റിൽ കോളംസ് സെലക്ട് ചെയ്യുക. ഓക്കെ. So yeah, that's all about inserting and deleting rows and columns. Video useful, please do subscribe to my channel. Thank you.